ഗൈസ് ദേ കണ്ട ഇവൻ പടർന്നു പന്തലിച്ച് വീടിൻ്റെ അകത്തേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടാ. സംഭവം മനസ്സിലായ നമ്മുടെ പാഷിയോലെ നീലവള്ളിച്ചെടി. കാര്യം ഇവനൊരു കില്ലാടി തന്നെ കേട്ടാ. നിങ്ങളുടെ വീട്ടിലെ പാഷിയോ അല്ലെങ്കിൽ സൈഡൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രീനിഷ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് മറയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചാൽ മതി, സെറ്റാണ്. ഞങ്ങൾ നവംബർ ലാസ്റ്റിലാണ് ഇത് വെക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 2 months ഒക്കെ ആയപ്പോഴേക്കും നൈസായിട്ട് ഇങ്ങനെ പടർന്നു തുടങ്ങി. ആ ഒരു അടിപൊളി സ്റ്റേജിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. എന്നിട്ടൊരു മാർച്ച് ആയപ്പോൾ ഈ ലെവലായി. പിന്നെ ഇതിൻ്റെ വളർച്ച വളരെ വേഗത്തിലായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളി തോന്നോടത്തേക്കൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ അതിനെ പിടിച്ച് വഴി കാട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അത് വല്ലോടത്തേക്കൊക്കെ കയറിപ്പോയി പിന്നെ നമുക്കൊരു ബാധ്യതയാവും. ഇതിൻ്റെ ആ ഒരു പച്ചപ്പും പൂവിൻ്റെ കളറൊക്കെ നമ്മുടെ ആ ഒരു ഏരിയ നല്ല കളർഫുള്ളായിരിക്കും. ഭയങ്കര ഒരു ആംബിയൻസ് നമുക്ക് അവിടെ കിട്ടും. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ഞങ്ങളുടെ ഈ ഒരു പാഷ്യോൻ്റെ തന്നെ അത് ഉള്ളപ്പോൾ ഉള്ള വീഡിയോ ഇല്ലാത്തപ്പോൾ ഉള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതൊരു പ്രത്യേക വൈബ് ഫീൽ തന്നെയാണ് അതുള്ളപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഇതിന് ചെയ്യേണ്ട വന്നിട്ടില്ല. ഇതിങ്ങനെ തന്നെ പടർന്ന് പന്തലിച്ച് കയറിപ്പോക്കോളും. ഇടയ്ക്ക് ആകെ ഒരു പരിപാടി എന്നുള്ളതുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വല്ലോടത്തേക്ക് ഇങ്ങനെ വഴി തെറ്റി പോകാൻ നേരത്തെ ചെറിയൊരു വള്ളിയൊക്കെ പിടിപ്പിച്ചിട്ട് ആ വള്ളിയുമേക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു തുമ്പൊന്ന് ചുരുട്ടി കൊടുത്താൽ പിന്നെ അവൻ അടിപൊളിയായിട്ട് കയറിപ്പോക്കോളും. ഇതിൻ്റെ പേര് ബംഗാൾ ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ തമ്പേർജിയ ലോറിഫോളിയ എന്നൊക്കെയാണ്. നിങ്ങളുടെ അടുത്തുള്ള ഏത് ഗാർഡനിൽ പോയാലും ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട. ഒരൊറ്റ ലൈഫുള്ളൂ, അത് അടിച്ചു പൊളിക്കാൻ പറ്റിയ എല്ലാം നമ്മുടെ പേജിലുണ്ട് കേട്ടോ.